മഞ്ജു വാര്യരേക്കാൾ പോപ്പുലാരിറ്റി കാവ്യമാധവനായിരുന്നു. ചൂടേറിയ ചർച്ചയായി ആ 4 നടിമാരുടെ ചിത്രം. ഒരു കാലത്തെ മലയാള സിനിമാ രംഗത്തെ തിരക്കേറിയ നായിക നടിമാരായിരുന്നു മഞ്ജു വാര്യരും ദിവ്യ ഉണ്ണിയും. ഇരുവരും തമ്മിൽ പരസ്പരം മത്സരമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ വരെ അന്ന് സജീവമായിരുന്നു. വിവാഹശേഷം ഇരു താരങ്ങളും അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. എന്നാൽ ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു വാര്യർ ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ പ്രധാന നടിമാരിൽ ഒരാളാണ്. ദിവ്യ ഉണ്ണിയാകട്ടെ നൃത്തരംഗത്താണ് ഇപ്പോൾ സജീവം. മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി എന്നിവർക്കൊപ്പം ചഞ്ചൽ, ജോമോൾ എന്നിവർ നിൽക്കുന്ന ഒരു ചിത്രവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തെ മലയാള സിനിമ ഇവരുടെ കൈകളിൽ ഭദ്രമായിരുന്നു എന്ന അടിക്കുറിപ്പോടെ കണ്ണൂർ അജു എന്നയാൾ ഫേസ്ബുക്കിലെ പ്രമുഖ സിനിമാ ആസ്വാദക കൂട്ടായ്മയായ സിനി ഫൈലിൽ പങ്കുവച്ച പോസ്റ്റിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ചിത്രം പലരും ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും പോസ്റ്റ് പങ്കുവച്ചയാളുടെ അഭിപ്രായത്തോടെ പലരും യോജിക്കുന്നില്ലെന്നതാണ് ശ്രദ്ധേയം. മഞ്ജുവിനെ കുറിച്ചും ദിവ്യയെ കുറിച്ചും ഏതാണ്ട് പറഞ്ഞത് ശരിയാണ്. ജോമോൾ നായികയായി അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ചഞ്ചലാകെ 3 സിനിമയോ മറ്റോ ചെയ്തിട്ടുള്ളൂ. മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി, ശാലിനി, കാവേരി, ഒപ്പം വാണി വിശ്വനാഥ്. അതായിരുന്നു മഞ്ജുവിന്റെ ആ കാലഘട്ടത്തിലെ നായികനിര എന്നാണ് ദേവിക എന്നയാൾ മറുപടിയായി കുറിച്ചത്. 96 മുതൽ 99 വരെ മഞ്ജുവിന്റെ കാലഘട്ടമായിരുന്നു മലയാള സിനിമയിൽ. പല സിനിമകളിലും നായകനേക്കാൾ സ്കോർ ചെയ്തു. വിവാഹശേഷം വന്ന പുതിയ നായികമാരെ മഞ്ജുവിനെ വെച്ച് വിലയിരുത്തുമായിരുന്നു. വാണി വിശ്വനാഥ്, മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി, കാവേരി, ശാലിനി, ജോമോൾ 95 മുതൽ 99 വരെ ഇവരായിരുന്നു ലീഡ്. ചഞ്ചലൊന്നും അതിൽ വരുന്നേയില്ല. സിനിമയോടെ വലിയ താല്പര്യമില്ലാത്ത ആളായിരുന്നു ചഞ്ചൽ. ഈ കോളം ഫുൾ ആകണമെങ്കിൽ ഊർവശി ചേച്ചിയുടെ ഫോട്ടോ കൂടി ആഡ് ചെയ്യണം. ഇവരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം പ്രതിഭകളുടെ സിനിമകൾ വരുന്ന സമയമായിരുന്നു എന്നിങ്ങനെ പോകുന്നു മറ്റു ചില കമന്റുകൾ. 1990, 2000 കാലഘട്ടത്തിലെ നായികമാരിൽ സംയുക്ത വർമ്മയെ ഉൾപ്പെടുത്താതെ പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. ഓരോ നടിമാർക്കും അവരുടേതായ ബെഞ്ച് മാർക്ക് ചെയ്ത കഥാപാത്രങ്ങളും ഉണ്ടാവും. ഉദാഹരണത്തിന് സംയുക്തയുടെ മഴയിലെ കഥാപാത്രം, മഞ്ജുവിന്റെ കന്മദത്തിലെ പ്രണയവർണ്ണങ്ങളിലെ കഥാപാത്രം, ജോമോളുടെ എന്ന സ്വന്തം ജാനകിക്കുട്ടിയിലെ കഥാപാത്രം തുടങ്ങിയവ. ഇതിൽ ചഞ്ചലിന്റെ സ്വന്തം ജാനകിക്കുട്ടിയിലെ കുഞ്ഞാത്തോൽ കഥാപാത്രവും ദിവ്യ ഉണ്ണിയുടെ മറവത്തൂർ കനവിലെ ആനി എന്ന കഥാപാത്രവും എടുത്തു പറയാവുന്നതാണ് എന്ന് സുഭാഷ് എന്നയാളും അഭിപ്രായപ്പെടുന്നു. കാവ്യമാധവൻ, മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി എന്നിവരായിരുന്നു പ്രധാന താരങ്ങളെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. എന്നാലും മറ്റുള്ളവരെക്കാളും പോപ്പുലാരിറ്റി കാവ്യക്കായിരുന്നു. സംയുക്തക്ക് ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഫീൽഡ് വിട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.